ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രേയ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. ശ്രേയ തനിക്ക് ഇങ്ങനെ ഒരു അപമാനം വന്നല്ലോ, ഈ ഒരു ആളൊരുത്തനെയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്നൊക്കെ പറഞ്ഞ് ശ്രേയ ആകാശിനെ കുറിച്ച് പറഞ്ഞിട്ട് ഹേമയുടെ മുന്നിൽ കരയാണ് കേട്ടോ. അപ്പോൾ ഹേമ പറയുന്നത് സമാധാനപ്പെടും മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ചാരുവിനെയാണ് കാണിക്കുന്നത്. ചാരു ഇങ്ങനെ തനിയെ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് ചാരുവിൻ്റെ മുന്നിൽ ആകാശ് പറഞ്ഞ വാക്ക് കേട്ടോ, അതായത് ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല കാക്കത്തി, നീ എന്നെ വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ എന്നോട് ഞാൻ പറയും, ഞാൻ അങ്ങനെ ചെയ്യില്ല കാക്കത്തി, നീ എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടോ. അങ്ങനെ ആ വാക്ക് തൻ്റെ മനസ്സിൽ തറച്ചിരിക്കുകയാണ്. തനിക്കൊരിക്കലും തൻ്റെ അക്കുച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന വിശ്വാസം തൻ്റെ ഉള്ളിൽ അത് വരികയാണ് കേട്ടോ. അപ്പോഴാണ് തൻ്റെ കൂട്ടുകാരി ചാരുവിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താടി എന്ന് ചോദിക്കുമ്പോൾ, എടി ആകാശിൻ്റെയും അതുപോലെ തന്നെ ആ ശ്രേയയുടെയും ഫോട്ടോസ് മൊത്തത്തിൽ റോഡ് ആകെ പരക്കെ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. ഓ, ഞാനതറിഞ്ഞു എന്ന് പറയണേ. ഇതിൻ്റെ പേരിൽ ആകാശിനെ അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ സത്യം ചാരു എൻ്റെ കൂട്ടുകാരിയോട് പറയണേ. അപ്പോൾ ആ കൂട്ടുകാരി പറയണേ, നിനക്ക് തോന്നുന്നുണ്ടോ നീ വിശ്വസിക്കുന്ന നിൻ്റെ അക്കുച്ചേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന്? അത് കേട്ട ഉടനെ ഒരിക്കലും ചെയ്തില്ല, ഇതിലെന്തോ ചതിയുണ്ടെന്ന് ചാരു പറയണേ. എൻ്റെ അക്കുച്ചേട്ടൻ ഒരിക്കലും അത് ചെയ്യില്ല. അക്കുച്ചേട്ടൻ ആ പെണ്ണിനെ സ്നേഹിച്ച സത്യം തന്നെ എന്നോട് തുറന്നു പറയാം. എത്ര കാലം മടിച്ചിരുന്ന ആളാണ്, അങ്ങനെയുള്ള ആൾ ഈ പോസ്റ്റ് ഒട്ടിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഉള്ളിൽ തട്ടി എൻ്റെ അക്കുച്ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അക്കുച്ചേട്ടൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ നിൻ്റെ വിശ്വാസം എന്തായാലും നിന്നെ രക്ഷിക്കട്ടെ, എന്തായാലും നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ് കാക്കുത്തി, അവന് വേണ്ടിയിട്ട് അവനെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയും കേട്ടോ. ഇതേ സമയം ചാരു നേരെ ബാലമാമയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ബാലമാമയാണെങ്കിലോ ഇങ്ങനെ ഓരോ ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നിൻ്റെ മകൻ ഇങ്ങനെ ചെയ്തല്ലോ, എന്തൊരു മോശം പരിപാടിയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞ് ബാലമാമ ആകെ മടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്കുത്തി വന്നിട്ട് ഇങ്ങനെ ബാലമാമയുടെ അടുത്തോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയണം, എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് എൻ്റെ മകനിൽ നിന്ന് കിട്ടിയത്, എന്തൊരു കഷ്ടമാണ്, എൻ്റെ മകൻ ഇത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ചാരു വന്നിട്ട് പറയാണ്, അതെ ബാലമാമയ്ക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അക്കുച്ചേട്ടൻ എങ്ങനെ ചെയ്യുമെന്ന്? അത് കേട്ടോടനെ ചന്ദ്രിക അനുവൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രമേശനും ഉണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നത് ശരിയാണ്, അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല, ഞാൻ അറിയുന്ന എൻ്റെ ഏട്ട ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേട്ടോടൻ തന്നെ ബാലമാമ ചോദിക്കുക, പിന്നെ ഇത് ആര് ചെയ്ത്, ഇതിലിപ്പോൾ ആരെയാണ് വിശ്വസിക്കുക? ഉടൻ തന്നെ കാക്കുത്തി പറയണേ, ഇതിപ്പോൾ ചെയ്ത് കമ്മീഷണറും അല്ല എന്ന് മനസ്സിലായി, അതുപോലെ തന്നെ നമ്മുടെ ആകാശേട്ട അക്കുച്ചേട്ടനും അല്ല എന്ന് മനസ്സിലായി, എന്നാൽ ഇതിനിടക്ക് കളിച്ച് വേറൊരാളുണ്ട്. അപ്പോൾ ഈ സമയം ചന്ദ്ര ഇങ്ങനെ രമേശിനെ നോക്കുക, അയ്യോ എൻ്റെ കരള, നീ എന്നെ കുറ്റപ്പെടുത്തല്ലട്ടോ, അതിന് മാത്രമുള്ള ബുദ്ധി തന്നെ ഇടൊന്നും എനിക്കില്ല, ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുക എന്നുള്ള ആ ഒരൊറ്റ ഇത് മാത്രമേ എനിക്കുള്ളൂ, അങ്ങനെയുള്ളതുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കേട്ടോടെ തന്നെ അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നതിൽ നിങ്ങൾ വലിച്ചഴക്കരുത് എന്നൊക്കെ ഇങ്ങനെ രമേശൻ പറയുക. അപ്പോൾ ബാലമാമ ചോദിക്കുക, കാക്കത്തി നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചാരുമോൾ എന്താ പറയുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ ബാലമാമയെ, എൻ്റെ അക്കുച്ചേട്ടൻ എന്നോട് പോകുന്ന സമയത്ത് പറഞ്ഞ വാക്ക് എൻ്റെ ഉള്ളിൽ തറച്ചിരിക്കുന്നു. എൻ്റെ അക്കുച്ചേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി ഒരിക്കലും കള്ളം പറയില്ല. അക്കുച്ചേട്ടൻ പറയുന്നതിൽ ഒരു സത്യമുണ്ട്. അക്കുച്ചേട്ടനല്ല അത് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായും അക്കുച്ചേട്ടനല്ല അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കുച്ചേട്ടനെ നമുക്കൊന്ന് പോയി കാണാം, എനിക്ക് എൻ്റെ അക്കുച്ചേട്ടനുമായി ഒന്ന് നേരിട്ട് സംസാരിക്കണം, അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയും, അക്കുച്ചേട്ടനെ പുറത്ത് കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്നൊക്കെ എന്നെ പറയാം. പക്ഷേ ശരി മോളെ എന്നെ എനിക്ക് പോകണമെങ്കിൽ ആകാശിനെ പോയി കാണാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവർ പിന്നീട് സെല്ലിലോട്ട് പോകുന്ന, അതായത് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന അവരുടെ എങ്കാണിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഇവർ പോലീസ് സ്റ്റേഷനിലെത്താണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് ആകാശിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുവാണ്. അപ്പോൾ ഉടൻ തന്നെ ആകാശ്, കാക്കുത്തി ഞാനൊരിക്കലും ഇത് ചെയ്തിട്ടില്ല കാക്കുത്തി, നീ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചാരി പറയാണ്, അക്കുച്ചേട്ടനെ എനിക്ക് വിശ്വാസമാണ്, പിന്നെ അക്കുച്ചേട്ടനല്ല ഇത് ചെയ്തതെന്ന് മനസ്സിലായി, എന്നാൽ അതിൽ കളിച്ചത് കമ്മീഷണറും അല്ല, കമ്മീഷണർ മാനം പോകുന്ന ഒരു പ്രവൃത്തിയാണല്ലോ, സ്വന്തം മാനം ആരെങ്കിലും നടു റോട്ടിൽ പിച്ച് ചെയ്തിട്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് ആരായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആകാശ് പറയുന്നത്, ആരായിരിക്കുന്നത് എനിക്കറിയില്ല, എൻ്റെ ഫോണിൽ നിന്നാണല്ലോ മെയിൽ പോയിരിക്കുന്നത്, അപ്പോൾ ഇത് ആരായിരിക്കുന്നു കണ്ടെത്തേണ്ടിയിരിക്കുന്നു പറയാനിട്ട്. അപ്പോൾ ബാലമ്മയാണെങ്കിലോ ഓടി വന്നിട്ട് എൻ്റെ കുഞ്ഞിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് എസ്ഐയോട് ചോദിക്കുക. ഓ ആയിക്കോട്ടെ എന്ന് പറയുന്നത്. പിന്നീട് ബാലമാമ ചോദിക്കുകയാണ്, മോനെ ആകാശിന് എനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അറിയില്ല അച്ഛൻ, എനിക്ക് ആരെയാണ് സംശയം എന്നിവിടെ പറയാൻ എനിക്കിപ്പോൾ കഴിയില്ല, പക്ഷേ ഇതിലൊരു ചതിയുണ്ട്, ആരോ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയാണ്, നമ്മൾ അറിയുന്ന ഒരു വ്യക്തി തന്നെയെന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയം
ബാലമാമ എസ് ഐയോട് വന്നിട്ട് പറയാണ്, അതെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കുഞ്ഞൊരു തെറ്റും ചെയ്യില്ല, അവനൊരിക്കലും ചെയ്യാൻ കഴിയില്ല ഇതൊന്നും, അവന് അങ്ങനെ ഒരു ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങളുടെ കുഞ്ഞൊന്നും ചെയ്യില്ല, അത് നിങ്ങളുടെ വിശ്വാസം, പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫോണിൽ നിന്നാണ് ഈ ഫോട്ടോസുകളെല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ ഫോണിൽ വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, അതെ നിങ്ങളുടെ ഫോണിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ കാക്കുത്തി പറയാണ്, ഞാനെന്നാൽ പോട്ടെ അക്കുച്ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ തുറന്നു തരും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഉടൻ തന്നെ എസ് ഐ പറയണേ, ഒരു വഴിയും ഇല്ല, ഇതിലിപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ, ആ കമ്മീഷണർ അവർ വിചാരിക്കണം, ചീഫ് എഞ്ചിനീയർ വിചാരിച്ച് തീർച്ചയായും നിങ്ങളുടെ മകനെ പുറത്തിറങ്ങും, അവർ തന്ന പരാതി വാപ്പസ് വാങ്ങിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ചാരുവിൻ്റെ മനസ്സിൽ വലിയൊരു വേദനയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ഫോണും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോണും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് പിന്നീട് ഒരു പാട്ടൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് വലമാമയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോസ്റ്റർ ഇങ്ങനെ ചാരു ഫോട്ടോ എടുക്കുക. അപ്പോൾ വലമ്മ ചോദിക്കുക, മോളെ നീ എന്തായി കാണിക്കുന്നത്? അപ്പോൾ ആ പോസ്റ്റർ കീറിയിടുന്നുണ്ട്. അപ്പോൾ വലമ്മ ചോദിക്കുക, എത്ര പോസ്റ്റർ എനിക്ക് കീറിയിടാൻ കഴിയും, എത്രയോ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്, അതൊന്നും കീറിയിടാൻ കഴിയില്ല, നീ വാ വണ്ടിയിൽ കയറി എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ശ്രേയ വന്നിട്ടുണ്ടാവും കേട്ടോ. ശ്രേയ ഇവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മാഷും ചാരു അകത്ത് കയറി വരുമ്പോൾ ഇവളെയാണ് കാണുന്നത്, ശ്രേയാണ് കാണുന്നത്. ശ്രേയ കാണുന്ന ചാരു എന്ന് പതറുന്നുണ്ട്. അപ്പോൾ ബാലമാമ വരുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ മോളെ അങ്ങേര് വരുന്നുണ്ടെന്ന് ഹേമ പറയാണ്. അപ്പോൾ ശ്രേയ ബാലമാമയെ കണ്ടോടെ തന്നെ ശ്രേയ ഓടിച്ചെല്ലാണ്. എന്നിട്ട് ബാലമാമയോട് പറയാണ്, എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ, ഞാൻ മരുമകളായി വരാൻ പോകുന്ന ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് അതീവ ദുഃഖമുണ്ട്. നിങ്ങളുടെ മകന് ഇത് ചെയ്തില്ലെന്നായിരിക്കും നിങ്ങളുടെ വിശ്വാസം, പക്ഷേ തെളിവ് അവനെതിരായതുകൊണ്ട് തന്നെ എന്തായാലും എൻ്റെ മാനാണ് പോയിരിക്കുന്നത്. നാട്ടുകാർക്ക് മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഫോണുകൾക്ക് മുകളിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ നേരിടുന്നതെന്ന് അറിയോ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയും, ഞാൻ ഒരിക്കലും ഒരാളെ പ്രതിയാക്കണം ഞാൻ കരുതിയിട്ടില്ല. ഇതിന് പിറകിൽ ആകാശ് കളിച്ചിട്ടുണ്ടാകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, അവന് തെറ്റ് ചെയ്ത് എന്നുള്ള സത്യം തന്നെ, പക്ഷേ ഞാൻ ആ കൊടുത്തിരിക്കുന്ന കേസ് വാപ്പസ് വാങ്ങിക്കോളാം. കാരണം നിങ്ങളുടെയൊക്കെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിൻ്റെയൊക്കെ ശിക്ഷ അവന് കിട്ടാൻ പോകുന്ന വലിയ ശിക്ഷയായിരിക്കും. ഒരു പെണ്ണിൻ്റെ മാനത്തെയല്ല ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അഭിമാനത്തെയൊക്കെ തൊടുന്ന ഈ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല ശിക്ഷ തന്നെ ആകാശിന് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനും ഈ വീട്ടിൽ മരുമകളായി വരുന്ന ഈ കുടുംബത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് ഞാൻ ആ കേസ് പിൻവലിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും ചാരു ഒന്നും മിണ്ടില്ല കേട്ടോ. ചാരുവിനാണെങ്കിൽ ആകാശ് പറഞ്ഞ വാക്കും ശ്രേയയുടെ ഓരോ വാക്കിലും ഉള്ളും മുനയുള്ളതായിട്ട് ചാരുവിന് തോന്നുകയാണ്. അതേ സമയം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ, നിങ്ങൾ ഒരു സമ്മതം മൂളിയാൽ മതി, ഞാനിപ്പോൾ തന്നെ കേസ് പിൻവലിക്കാം എന്ന് പറയുമ്പോൾ ബാലമാമ ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ മൗനം ഞാൻ അങ്ങനെ എടുത്തോളാം, ഞാൻ എന്തായാലും ആകാശിനെ ഇറക്കിയിട്ടേ ഇനി ഇങ്ങോട്ടേക്ക് വരുള്ളൂ. എന്തായാലും ഞാൻ കാരണം അയാൾ ജയിലിൽ കിടക്കരുത്, എനിക്ക് എന്തായാലും വരാനുള്ളതും നാട്ടുകാർക്ക് മുന്നിൽ തല കുനിച്ച് നടക്കേണ്ട അവസ്ഥയെ എനിക്കായി, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ മരുമകളായി വരുന്നതല്ലേ. അപ്പോൾ ഹേമ പോകുന്ന വഴിക്ക് പറയണം, മോളെ നാളെയാണ് നമുക്ക് പുടവെടുക്കേണ്ട ദിവസം, നീ വരില്ലേ? പിന്നെ എൻ്റെ എല്ലാ ആവശ്യം ഞാൻ എന്തായാലും വന്നോളാം, അപ്പോൾ ഇതൊക്കെ മറക്കണേ. അതൊക്കെ മറന്നല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ ഷേ പറയാണ്. ഷേ പോകുന്ന വഴിക്ക് ചാരുവിനോട് പറയാം, നിന്നോടൊന്ന് എനിക്ക് സംസാരിക്കണം എന്ന് പറയാം കേട്ടോ, നീ ഒന്ന് വന്നേക്കാം ചാരു. അപ്പോൾ ചാരു പുറത്തോട്ട് പോവാം. ബാലമാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതേസമയം ചാരു പുറത്ത് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഷേ പറയണ, എനിക്കറിയാം നിൻ്റെ മനസ്സിലിപ്പോൾ നിൻ്റെ അക്കുച്ചേട്ടനൊന്നും ചെയ്യില്ല, ഇത് ചെയ്ത് വേറെ ആരോ ആണെന്നുള്ളത് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കില്ലേ, അതല്ലേ നീ മൗനമായി നിൽക്കുന്നത്, അതെനിക്കറിയാമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ചാരൊന്നും മിണ്ടുന്നില്ല. എനിക്കറിയാം ഇത് ചെയ്ത പ്രതിയെ കണ്ടെത്താനുള്ള ആ ഒരു തത്രപ്പാടിലാണ് നീ എന്നും എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം ഉള്ളതുപോലെ പറയട്ടെ, ഇത് ചെയ്ത ആരാണെന്ന് ഞാൻ നിനക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരട്ടെ, ഞാൻ തന്നെയാണെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ഷേയോട് എന്ത് എന്ന് ചാരു ചോദിക്കണം. അതെ, ഇത് ചെയ്തത് ഞാൻ തന്നെ. നീ ചിന്തിക്കുന്നുണ്ടാവും, ഒരു പെണ്ണിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യാൻ അത്ര തൊലിക്കെട്ടിയോ? അതേടി, എനിക്ക് അത്ര തൊലിക്കെട്ടി തന്നെയാണ്. കാരണം നിൻ്റെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആകാശിൻ്റെയും അവൻ എന്നെ ചതിച്ച് നിൻ്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് ഞാൻ കുറിച്ചതാണ് നിൻ്റെയും അവൻ്റെയും ജീവിതം തകർക്കുക, അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ചാരു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ആകാശ് പറഞ്ഞ വാക്ക് കേട്ടോ. ആകാശ് സെല്ലിൽ ചെന്ന് കാണുമ്പോൾ മതി, എത്രാമത്തെ വട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത്, ഞാൻ ചെയ്ത് തെറ്റല്ലാതെ പിന്നീട് തെളിയും എങ്കിലും കൂടിയിട്ട് ഞാൻ ഇറങ്ങുക, ഇതെത്ര പ്രാവശ്യമാണ്, ഇനി അവിടെ തന്നെ കിടന്നോളാം, അതാണല്ലോ നല്ലത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് പിന്നീട് തെളിയെങ്കിലും കൂടിയിട്ട് പോലീസ് ജീപ്പിൽ കയറുകയും ഇറങ്ങലൊക്കെ ഞാൻ ചെയ്തല്ലോ, ഇനി അതിലും നല്ലത് എപ്പോഴും ഇതാണെങ്കിൽ ഞാൻ അവിടെ തന്നെ
കിടന്നോളാം എന്ന് ആകാശ് പറഞ്ഞ ആ ഒരു വാക്ക് ഇങ്ങനെ ചാരുവിൻ്റെ മനസ്സിൽ കടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നീ ചിന്തിക്കുന്നുണ്ടോ നിൻ്റെ ഭർത്താവിനെ കുറിച്ചാണ്. അതെ, നിൻ്റെ ഭർത്താവിനെ ഞാൻ വാപ്പസ് വാങ്ങാമെന്ന് പറഞ്ഞല്ലോ, അത് വെറുതെ ഒന്നല്ല. നാളെ പുടവെടുക്കാൻ പോവാണ്. നീ ആണെങ്കിലോ ഒരു സാരി കച്ചവടം ചെയ്യുന്ന ഒരു പെണ്ണുമാണ്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് നന്നായി സാരിയെക്കുറിച്ച് നന്നായി അറിയാം. അപ്പോൾ ഈ പുടവയെക്കുറിച്ച് അറിയുന്ന നീ എനിക്കുള്ള സാരി, കല്യാണ സാരി നീ തന്നെ എടുക്കണം. അതുപോലെ തന്നെ എൻ്റെ താലിമാല നിൻ്റെ ബാലമാമ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, അയാളുടെ കയ്യിൽ നീ എടുത്തു കൊടുക്കണം. അതായത് എൻ്റെ കഴുത്തിൽ താലി വീഴുന്നന്ന് നിൻ്റെ കഴുത്തിലെ താലി ഞാൻ അറക്കുടി എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, നിൻ്റെ അക്കു ചെട്ടൻ എന്ന് പറഞ്ഞ് നീ വിളിച്ചിറക്കുന്നില്ലേ, അയാള് ആജീവനാന്ത കാലം സെല്ലിൽ കിടക്കേണ്ടി വരും. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം. പിന്നെ അയാൾക്ക് പ്രായമാകുമ്പോഴേക്കും ഒരുപക്ഷെ അയാൾ പുറത്തിറങ്ങുന്നുണ്ടാവും, അതും ഞാൻ ചെയ്തുതരാം. അതുമല്ല, അയാൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പോൾ വാപ്പസ് വാങ്ങി ഞാനിപ്പോൾ കേസ് പുറത്തു വന്നാൽ അയാളുടെ ഗവൺമെൻറ് ജോലി ഞാൻ നഷ്ടപ്പെടുത്തിയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുമാതിരി അടിമയാവണം എന്നിങ്ങനെ ശ്രേയ പറയുന്നത് ചാരുവിന് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സീനാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത് കേട്ടോ.